ഹായ്. അഥർവ, ഫഹദ് ഫാസിൽ, കൈഡു ലോഹർ, പ്രീതി മുകുന്ദൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചലച്ചിത്രം ഇതയം മുരളി ആകാശ് ഭാസ്കരൻ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. നമുക്ക് ആ ചലച്ചിത്രത്തിന്റെ രസകരമായ കഥയൊന്ന് കേട്ടു നോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ഒരു കല്യാണ വീട്ടിൽ നിന്നുമാണ്. അടുത്ത ദിവസം അവിടെ വലിയൊരു കല്യാണം തന്നെ നടക്കാൻ പോകുന്നു. എല്ലാവരും ഡാൻസിങ്ങിലും തമാശയിലും കളിചിരിയിലുമൊക്കെയാണ്. ആ സമയം അവിടെ എത്തിയ വധുവിന്റെ പിതാവും അമ്മയും തങ്കത്തിനടുക്കൽ വരനതുവരെ എത്താത്തതിനെ പറ്റിയുള്ള ആശങ്ക പറഞ്ഞു. തങ്കം വരന്റെ അമ്മാവനാണ്. ബാച്ചിലർ പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോയ വരനും കൂട്ടുകാരും അതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. നാളെയാണ് വലിയ വിവാഹ ചടങ്ങുമുള്ളത്. തങ്കം ഉടനടി അങ്ങോട്ടേക്ക് ഫോൺ ചെയ്തു. അവരുണ്ടായിരുന്നത് ന്യൂയോർക്കിലാണ്. തങ്കം വിളിച്ചത് സച്ചിൻ എന്ന പേരുള്ള വരന്റെ കൂട്ടുകാരനെയായിരുന്നു. കൂട്ടുകാരുടെ കൂടെ ഉറങ്ങുകയായിരുന്ന സച്ചിൻ ഞെട്ടിയുണർന്നു. ഫോണെടുത്ത് തങ്കവുമായി സംസാരിച്ചു. തങ്ങൾ എന്തായാലും കല്യാണത്തിന് മുമ്പേ അവിടെ എത്തും എന്ന് സച്ചിൻ തങ്കത്തോട് ഉറപ്പ് പറഞ്ഞു. അത് തന്റെ ഉത്തരവാദിത്തമാണ് എന്നും കൂട്ടിച്ചേർത്തു. അവർ നേരെ വരനായി യുവാവിനെ വിളിക്കാൻ മുറിയിലേക്ക് പോയി. അവരെത്തുമ്പോഴേക്കും പൂർണ്ണമായി തയ്യാറായി അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതയ എന്നാണ് ആ യുവാവിന്റെ പേര്. പിന്നാലെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ച് വേഗം എയർപോർട്ടിലേക്ക് വെച്ചുപിടിച്ചു. സമയം വൈകിയെങ്കിലും ഒരു തരത്തിൽ അവർ ഫ്ലൈറ്റിലും കയറി പറ്റി. വിമാനത്തിൽ വെച്ച് ഇതയടയ്ക്കൊന്ന് ബാത്റൂമിൽ പോയപ്പോ അടുത്ത സീറ്റിലിരുന്ന വ്യക്തിയുടെ ഫോൺ സ്വന്തം ഫോണിന് പകരം മാറിയെടുത്തു. അപ്പോഴാണ് ആ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്തതാകട്ടെ ഇതയുടെ സീറ്റിന്റെ തൊട്ടടുത്തിരുന്ന സൂര്യ എന്ന ഒരു സുന്ദരൻ യുവാവും. സൂര്യ ഫോൺ എടുത്തതും മറുവശത്ത് തങ്കമായിരുന്നു. ഇതയാണ് കോൾ എടുത്തതെന്ന് കരുതി തങ്കം വായിൽ വരുന്ന ചീത്തയെല്ലാം ഇതയെ വിളിച്ചു. സൂര്യ അത് കേട്ട് ഞെട്ടുന്നുമുണ്ട്. പിന്നാലെയാണ് ഫോൺ മാറിപ്പോയ കാര്യം സൂര്യ തിരിച്ചറിയുന്നത്. ഇതയ തിരിച്ചു വന്നപ്പോ സൂര്യ ഫോൺ തിരികെ കൊടുത്ത് തന്റെ ഫോൺ തിരികെ വാങ്ങി. പിന്നാലെ അമ്മാവൻ വിളിച്ച കാര്യവും വഴക്ക് പറഞ്ഞ കാര്യവുമൊക്കെ ഒരു തമാശ രൂപേണ സൂര്യ പറയുന്നുമുണ്ട്. അത് കേട്ടതും ഇതയുടെ ഫ്രണ്ട്സ് നാളെ കല്യാണമായിട്ട് ഇവനിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇതയോട് ചോദിക്കാൻ സൂര്യയോട് പറഞ്ഞു. സൂര്യയ്ക്ക് അതൊന്നും കേൾക്കാനും ചോദിക്കാനും താല്പര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രണ്ട്സ് സൂര്യയോട് ഇതയുടെ കഥ കേൾക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവില് മനസ്സില്ലാ മനസ്സോടെ അത് കേൾക്കാൻ സൂര്യ തയ്യാറായി. അങ്ങനെ ഇതയെ തന്റെ കഥ പറയാൻ ആരംഭിച്ചു. കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷം 1998. തിരുച്ചിയിൽ ഒരു സ്കൂളിലാണ് ഇതയെ തന്റെ കൂട്ടുകാർക്കൊപ്പം പഠിച്ചിരുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ ഇതയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവനെ നോക്കിയതും വളർത്തിയതുമെല്ലാം അവന്റെ മാമനായ തങ്കമാണ്. അദ്ദേഹം അവിടെ കേബിൾ TV സർവീസും കൂട്ടത്തിൽ DTV എന്ന പേരിൽ ചെറിയൊരു റീജിയണൽ ചാനലും നടത്തുന്നുണ്ടായിരുന്നു. ആ കാലത്ത് ഇതേക്കടുത്ത 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, പ്രഭുവും ദ്രാവിഡും. സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു ഫേവറേറ്റ് മിസ് ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ ഇതയ്ക്ക് ക്ലാസ് ടീച്ചറായ ഗീത മിസ്സിനോട് വലിയ സ്നേഹമായിരുന്നു. അവരും കുട്ടികളോടേറെ സ്നേഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. ഒരു ദിവസം ഇതയും കൂട്ടുകാരും സ്കൂളിലേക്ക് ലേറ്റായി വന്നപ്പോ ഒരു അധ്യാപകൻ അവരെ പിടിച്ചു നിർത്തി വഴക്ക് പറഞ്ഞു. അത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന ഗീത മിസ് അവരെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ഇതയ്ക്ക് ഗീത മിസ്സിനോടുള്ള സ്നേഹം വർദ്ധിച്ചതേയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിലെത്തിയ ഗീത ടീച്ചർ ആനുവൽ ഡേ ഫംഗ്ഷന് ആരൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. കൂട്ടുകാർ ഇതയോട് കൈ ഉയർത്തിപ്പോവരുതെന്ന് വാണിംഗ് ചെയ്തു. പക്ഷേ ടീച്ചർ നേരെ ഇതയുടെ പേര് വിളിച്ച് ഇതേ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചതും ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ അപ്പോ തന്നെ കൈ ഉയർത്തി താനുണ്ടെന്ന് പറഞ്ഞു. കൂട്ടത്തില് കൂട്ടുകാരെയും കൂടി അതിലേക്ക് വലിച്ചിട്ടു. അങ്ങനെ നാളുകൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നു. കൊച്ചുകുട്ടികളാണല്ലോ, ഇവർക്കിടയിൽ ഓരോരോ തമാശകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇരട്ടച്ചുഴിയുള്ള പയ്യനെ കണ്ടാൽ അവൻ 2 കല്യാണം കഴിക്കും, പല്ല് പറഞ്ഞാൽ കുഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പല്ല് വളരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ തമ്മിലുള്ള സംസാരത്തിൽ വരുന്നത് പതിവായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവര് TV കണ്ടിരിക്കെ അതിലൊരു കിസ്സിംഗ് സീന് വന്നു. അത് കണ്ടതും ഇതയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഉമ്മ വെച്ച കുട്ടികളുണ്ടാകും. കൂട്ടുകാർ പറഞ്ഞത് ഇതയ്ക്ക് വിശ്വസിക്കാൻ മടിയുണ്ടായിരുന്നു. അതോടെ അതിൽ ക്ലാരിറ്റി വരുത്താൻ സീനിയർ കൂടിയായ സച്ചിൻ അടുക്കൽ ഇതയും കൂട്ടുകാരും ചെന്ന് തിരക്കി. സച്ചിനായിരുന്നു കിസ് ചെയ്താൽ കുട്ടിയുണ്ടാകും എന്നവരോട് തറപ്പിച്ചു പറഞ്ഞത്. അതോടെ ഇതയെ അത് വലിയ രീതിയിൽ വിശ്വസിച്ചു. അങ്ങനെ ആനുവൽ ഡേ വന്നെത്തി. എല്ലാ കുട്ടികളും ഓരോരോ പ്രച്ഛന്ന വേഷത്തിൽ ആനുവൽ ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേജിൽ നീൽ ആംസ്ട്രോങ്ങിന്റെ വേഷം കെട്ടി എത്തിയ ഇതയ്ക്ക് അത്രയും പേരെ കണ്ടതും വല്ലാത്തൊരു സോഷ്യൽ ഫോബിയയും സഭാകമ്പവും ഒക്കെ വരാൻ തുടങ്ങി. അവന് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നെർവസായ ഇതയെ അടുത്തുള്ള ഗീതാ മിസ് കണ്ടു. ഗീതാ മിസ് താൻ എവിടെ ഉണ്ടെന്നും ധൈര്യമായി പറയാനും പറഞ്ഞ് അവന് ധൈര്യം പകർന്നു. അതോടെ അവൻ സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്തു. അന്ന് പരിപാടി കഴിഞ്ഞപ്പോ അവൻ നന്നായി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞ് ഗീതാ
മിസ് അവനെ അഭിനന്ദിക്കുകയും അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്തു. അതോടെ ഇതയെ ആകെ നെട്ടി. ഉമ്മ വെച്ചാൽ കുട്ടിയുണ്ടാകും എന്നായിരുന്നല്ലോ കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. രാത്രിയായതോടെ ഇതേക്ക് വല്ലാതെ ടെൻഷനാവാൻ തുടങ്ങി. അവനത് കൂട്ടുകാരോടും പറഞ്ഞു. പിന്നെ അങ്ങോട്ടേക്ക് ടീച്ചർ ഗർഭിണിയാകുന്നുണ്ടോ, ടീച്ചറിന്റെ വയറു വളരുന്നുണ്ടോ എന്നൊക്കെ അവരങ്ങ് ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. നാളുകൾ കടന്നുപോയി. അങ്ങനെ പോകെ പോകെ സമ്മർ വെക്കേഷനും വന്നു. അത് കഴിഞ്ഞ് സ്കൂളും തുറന്നു. ഗീതാ മിസ് അന്ന് സ്കൂളിലേക്ക് വന്നപ്പോ ഇതയ മിസ്സിനെ കണ്ട് ഞെട്ടി. മിസ് ഇപ്പോൾ ഗർഭിണിയായിട്ടുണ്ട്, വയറ് വീർത്തിരിക്കുന്നു. അതോടെ ഗീതാ മിസ്സിന്റെ വയറ്റിലുള്ളത് തന്റെ കുട്ടിയാണ് എന്ന് ചിന്തിച്ച ഇതയ അന്നു മുതൽ മിസ്സിനെ നന്നായി കെയർ ചെയ്യാൻ തുടങ്ങി. ഗർഭിണിയായ മിസ് പുസ്തകങ്ങളുമായി ക്ലാസ്സിലേക്ക് പോകുമ്പോ പുസ്തകങ്ങൾ എടുക്കാൻ സഹായിക്കുക, ഉറങ്ങുമ്പോ അവർക്ക് നേരെ അവരറിയാതെ ഫാൻ തിരിച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു. അങ്ങനെ കുറെ നാളുകളങ്ങ് കടന്നുപോയി. ഒരു ദിവസം രാത്രി ഭയങ്കര ഇടിയും മഴയും ഉണ്ടായി. അതോടെ ഇതേക്ക് ടെൻഷനാവാൻ തുടങ്ങി. ഗീതാ മിസ് വീട്ടിൽ ഓക്കെ ആയിരിക്കോ, കുട്ടി ഓക്കെ ആയിരിക്കോ എന്ന് നോക്കാൻ ഇതയ കൂട്ടുകാരെയും കൂട്ടി അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിലെത്തി നോക്കിയപ്പോ അവിടെ പ്രസവ വേദന കൊണ്ട് പൊളയുന്ന ഗീതാ മിസ്സിനെയായിരുന്നു അവർ കണ്ടത്. ഉടൻ തന്നെ ഒരു ഓട്ടോ പിടിച്ച് അവർ ഗീതാ മിസ്സിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ വെച്ച് പ്രസവവുമായി ബന്ധപ്പെട്ട ഫോം പൂരിപ്പിക്കാൻ ഒരു നഴ്സ് അവരുടെ കയ്യിൽ കൊടുത്തു. താനാണ് ഗീത മിസ്സിന്റെ ഭർത്താവെന്നും തന്റെ കുട്ടിയാണ് ഗീതയുടെ ഉള്ളിലുള്ളത് എന്നും ചിന്തിച്ച ഇതയ തന്റെ സ്വന്തം പേരായിരുന്നു ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് ആ ഫോമിൽ എഴുതിയത്. അപ്പോഴേക്കും ഗീത മിസ്സിനെ ആശുപത്രിയിലെത്തിച്ച ഓട്ടോക്കാരൻ മിസ്സിന്റെ വീട്ടിൽ വിവരമറിയിച്ചിരുന്നു. പിന്നാലെ ഇതയോടും കൂട്ടുകാരോടും അവർ വന്നോളുമെന്നും നമുക്ക് പോവാമെന്നും പറഞ്ഞു. മിസ്സിനു വേണ്ടി എന്തോരമാണ് നിങ്ങൾ കഷ്ടപ്പെട്ടത് എന്നാ ഓട്ടോക്കാരൻ പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇതയുടെ കൂട്ടുകാരൻ പറഞ്ഞത് മിസ്സിനു വേണ്ടിയല്ല, ദേ ഇതയുടെ മിസ്സിന് വേണ്ടിയിട്ട. ഓട്ടോക്കാരനും അത് കേട്ട് ചിരിക്കുകയും അധ്യാപകരെ പ്രണയിക്കാത്തവർ ആരാടാ ഉള്ളത് എന്ന മട്ടിലൊന്ന് പറയുകയും ചെയ്തു. പിന്നാലെ അവരെയും കൂട്ടി ആ ഓട്ടോക്കാരൻ പോയി. അന്നായിരുന്നു ഇതയ ഗീത മിസ്സിനെ അവസാനമായി കണ്ടതും. അത്രയും കഥ കേട്ടതും സൂര്യ ചിരിക്കാൻ തുടങ്ങി. പിന്നാലെ നീയൊപ്പെടുന്ന സമയത്ത് ഈ മിസ്സിന്റെ ഹസ്ബൻഡ് എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. സൂര്യ എന്നിട്ട് എന്നാലും ആ മനുഷ്യൻ എന്ത് വിണ്ണനാണ് എന്ന മട്ടിൽ അയാളെക്കുറിച്ച് കളിയാക്കി പറയുകയും ചെയ്തു. ഇത്രയും കേട്ട ശേഷം സൂര്യ പറഞ്ഞു, നിന്റെ വർക്കൗട്ട് ആവാത്ത ഇതുപോലത്തെ പ്രേമകഥയൊന്നും വേണ്ട, വർക്കൗട്ടായ ഏതെങ്കിലും കഥയുണ്ടേ പറ. അങ്ങനെ ഇതയ്യ അവന്റെ ജീവിതത്തിലെ അടുത്ത കാലഘട്ടത്തിലെ പ്രണയകഥ പറയാൻ തുടങ്ങി. ഇതയ്യ അപ്പോൾ +2 പഠിക്കുകയായിരുന്നു. അവന്റെ സുഹൃത്തുക്കളായി പ്രഭുവും ദ്രാവിഡും കൂടെ തന്നെയുണ്ട്. പതിവായി ഇതയ സ്കൂൾ വിട്ടയുടൻ ആരോടും പറയാതെ പെട്ടെന്ന് ഒരാളുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത് ആ കൂട്ടുകാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇവനിങ്ങനെ അർജന്റായി എങ്ങോട്ടാ പോകുന്നതെന്നും അവന്റെ ആ പുതിയ ഫ്രണ്ട് ആരാണ് എന്നൊക്കെ കൂട്ടുകാർ അവനോട് ചോദിച്ചു. ഞാൻ പോകുന്നത് പുതിയ ഫ്രണ്ടായ ജൂജുവിന്റെ കൂടെയാണെന്നും അവന്റെ കൂടെ ടെന്നീസ് അക്കാഡമിയിലും ട്യൂഷൻ ക്ലാസ്സിലുമാണ് പോകുന്നതെന്നുമായിരുന്നു കൂട്ടുകാരോട് അവൻ മറുപടി പറഞ്ഞത്. പിന്നാലെയാണ് കാര്യം വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ പഠിക്കാനും ടെന്നീസ് പഠിക്കാനുമുള്ള കൊതിയിലൊന്നുമല്ല അവൻ ഇവിടെയൊക്കെ പോകുന്നത്. അവന് സമന്ത എന്ന ഒരു പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ ഈ രണ്ടിടത്തും പോകുന്നുണ്ട്. അവളെ കാണാൻ വേണ്ടിയാണ് ഇതയും അവളുടെ പിന്നാലെ ട്യൂഷൻ ക്ലാസ്സിലും ടെന്നീസ് അക്കാഡമിയിലും ചേർന്നിരിക്കുന്നത്. സമന്തയുടെ ഒരു കൂട്ടുകാരിയെ ജുജുവും വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതോടെ അവരൊരു ടീമായി പ്രവർത്തിക്കുകയാണ്. വിവരമറിഞ്ഞതിന് പിന്നാലെ ദ്രാവിഡും പ്രഭുവും അടുത്ത ദിവസം തന്നെ അവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. സമന്തയുടെ പിന്നാലെ ഇതയെ കുറച്ചു നാളുകളായി നടക്കുന്നുണ്ടെങ്കിലും അവനതുവരേക്കും അവളോട് സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്തോ വല്ലാത്തൊരു മടി അവനെ തടഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അവനതിനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ടേക്ക് സമന്ത എവിടെ പോയാലും അവളെ പിന്തുടർന്ന് ഇതയും ഉണ്ടായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. സമന്തയും ഇതയും തമ്മിൽ ചെറിയൊരു സൗഹൃദവും ഉടലെടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് സമന്ത ഇതയെ ക്ഷണിച്ചു. കൂട്ടുകാരുള്ളപ്പോഴായിരുന്നു സമന്ത അത്തരത്തിൽ ക്ഷണിക്കുന്നത്. സമന്തയുടെ കൂട്ടുകാരി ജൂജുവിനെയും ക്ഷണിക്കാൻ പറഞ്ഞതോടെ ജൂജുവും അങ്ങോട്ടേക്ക് ക്ഷണിക്കപ്പെട്ടു. കൂട്ടത്തിൽ ഇതയുടെ മറ്റൊരു കൂട്ടുകാരനും അവളവനെ സ്പെഷ്യലായി വിളിച്ചതാണ് എന്നായിരുന്നു ഇതേ ചിന്തിച്ചത്. എന്തായാലും ആ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്റെ പ്രണയവും തുറന്നു പറയാൻ ഇതയെ തീരുമാനിച്ചു. അതിനുവേണ്ടി അവൻ ഒരു സ്പെഷ്യൽ സോങ് CD തന്നെ സൃഷ്ടിച്ചു. ആ CDയിൽ ഐ ലവ് യു ഒക്കെ എഴുതി ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് അവൻ ആ പാർട്ടിയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോ അവിടെ ഒരുപാട് പേർ ഉണ്ടായിരുന്നു. ട്യൂഷൻ സാറും കോച്ചും അടക്കം ഏവരുമുണ്ട്. അതോടെ തങ്ങൾ സ്പെഷ്യലായി വിളിക്കപ്പെട്ടതൊന്നുമല്ല എന്ന കാര്യം ഇതേ
ഇതയ്ക്ക് വ്യക്തമായി. പിന്നാലെ സമന്തയുടെ കൂട്ടുകാരി വന്ന് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ ജൂജുവിനെ വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ജൂജു പ്രണയിക്കുന്ന അതേ പെൺകുട്ടി തന്നെ. സമന്തയുടെ റൂമിൽ അവർ ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമന്തയ്ക്ക് ഒരു ഇരട്ട സഹോദരി കൂടെയുണ്ട് എന്ന കാര്യം ജൂജു മനസ്സിലാക്കുന്നത് സമന്തയും സംയുക്തയും അവരിരുവരും ഐഡന്റിക്കൽ ട്വിൻസ് ആയിരുന്നു. അതുവരേക്കും ഇതേക്ക കാര്യം അറിയുകയേയില്ല. സമന്ത തന്നെയാണ് ടെന്നീസ് ക്ലാസ്സിലും ട്യൂഷൻ ക്ലാസ്സിലുമുള്ളത് എന്നായിരുന്നു ഇതയെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ കാര്യം ഇതയെ അറിയിക്കാൻ ജൂജു താഴേക്ക് വരുമ്പോഴേക്കും താഴെ കേക്ക് കട്ടിങ്ങിനായി സമന്തയും സംയുക്തയും ഒന്നിച്ച് പുറത്തേക്ക് വന്നിരുന്നു. അവരെ ഒന്നിച്ചു കണ്ടതും ഇതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഇവരിൽ ആരെയാണ് താൻ പ്രണയിക്കുന്നത് എന്ന കൺഫ്യൂഷൻ ഇതയൊക്കെ വരാൻ തുടങ്ങി. പിന്നാലെയാണ് വ്യക്തമായത് അവൻ ടെന്നീസ് ക്ലാസ്സിൽ കണ്ടിരുന്നത് സംയുക്തയെയും ട്യൂഷൻ ക്ലാസ്സിൽ കണ്ടിരുന്നത് സമന്തയെയുമായിരുന്നു. രണ്ടുപേരിൽ ആരെയാണ് താൻ പ്രണയിക്കുന്നത് എന്ന കാര്യം വ്യക്തതയില്ലാതായതോടെ തന്റെ പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യവും അവന് നഷ്ടപ്പെട്ടു. ഇതിനിടയിൽ ജൂജു ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പെണ്ണിനും ഓൾറെഡി ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന കാര്യം അവനും തിരിച്ചറിഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതയെ വിഷമിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. കൂട്ടുകാരിയും സംയുക്തയും സമന്തയും തമ്മിൽ ഒരു ചലഞ്ച് വന്നു. അവരെ മറ്റാർക്കും തിരിച്ചറിയാൻ പറ്റില്ല, അവർ ഐഡന്റിറ്റിക്കലാണെന്ന ചലഞ്ച്. അത് പരീക്ഷിക്കാൻ അവർ വിളിച്ചത് ഇതയെയായിരുന്നു. ഇതയെ അവരിൽ നിന്ന് സമന്തയെ തിരഞ്ഞെടുത്തപ്പോ ആള് മാറിപ്പോയി. അതിന്റെ പേരിൽ കൂട്ടുകാരികളും സമന്തയും സംയുക്തയും ചിരിച്ചപ്പോ അത് ഇതയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ പ്രണയം നഷ്ടപ്പെട്ട വേദന ഇതയെ വല്ലാതെ ബാധിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് അവനൊരു നിരാശാകാമുകനെ പോലെ കാണാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞ് 5 മണിക്ക് ശേഷം എന്ത് ചെയ്യണമെന്ന് പോലും അവനപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇതയുടെ കഥ അത്രയും കേട്ടതും സൂര്യ പറഞ്ഞു, വല്ലാത്ത ട്വിസ്റ്റായി പോയല്ലോ ബ്രോ. ഇതയെ പറഞ്ഞു, ഇപ്പോഴാണ് ഇങ്ങനെ ജോളിയായിട്ട് ഇതൊക്കെ പറയുന്നത്, അന്നൊക്കെ വല്ലാത്ത വേദനയായിരുന്നു. വീണ്ടും ഇതയുടെ കഥ തുടർന്നു. വർഷം 2011. ഇതയും കൂട്ടുകാരും പഠനാവശ്യത്തിനായി ചെന്നൈയിലെത്തി. ഇതയുടെ മാമൻ തങ്കവും അവരുടെ കൂടെ ചെന്നൈയിലുണ്ട്. തങ്കത്തിന് ലോകകപ്പ് മത്സരം ഗ്രൗണ്ടിൽ പോയി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് തങ്കം ടെറസിൽ ഒരു സ്ക്രീനൊക്കെ വെച്ച് ചുറ്റുവട്ടത്തുള്ളവരെയെല്ലാം ക്രിക്കറ്റ് മാച്ച് കാണാൻ ക്ഷണിച്ചിരുന്നു. അവിടേക്ക് ഏരിയ കൗൺസിലറും കൂട്ടരും വന്നു. പ്രശ്നമുണ്ടാക്കിക്കൊണ്ടാണ് ആദ്യമേ വന്നത്. എന്നാലും തങ്കം അവരെയും ആശ്വസിപ്പിച്ച് ക്രിക്കറ്റ് മാച്ച് കാണാൻ ക്ഷണിച്ചു. എല്ലാവരും അങ്ങനെ അവിടെ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോ കൗൺസിലറും കൂട്ടരും മദ്യപിക്കാൻ ആരംഭിച്ചു. തങ്കം അത് തടയാൻ ശ്രമിച്ചതും അവർ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അത് കണ്ട് ചോദിക്കാൻ ചെന്ന ഇതയുടെ അടുത്ത് അവർ ഇന്ത്യ പരാജയപ്പെടുമെന്നും ധോണിയെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞൊക്കെ മോശമായി സംസാരിച്ചു. ധോണിയെപ്പറ്റി പറയരുത് എന്നതയെ പറഞ്ഞതും വീണ്ടും ധോണിയെപ്പറ്റി കൗൺസിലർ മോശമായി സംസാരിച്ചു. ദേഷ്യം വന്ന ഇതയ അതോടെ അവിടെ അവരുമായി വലിയ ഫൈറ്റിലേക്ക് കടന്നു. ആ അടിപിടിക്കിടയിൽ ഇതയുടെ കണ്ണിൽ പരിക്കേറ്റു. കൂട്ടുകാർ ഉടൻ അവനെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് ഇതയെ ആദ്യമായി അമുദ എന്ന ഡോക്ടറെ കാണുന്നത്. അമുദയെ കണ്ടതും ഇതേക്ക് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. അമുദ അവിടെ PGക്ക് പഠിക്കുകയാണ്. കൂട്ടത്തിൽ അവിടെ PGക്ക് പഠിക്കുന്ന തങ്ങളുടെ പഴയ സ്കൂൾ സീനിയർ സച്ചിനെയും ഇതയെ കണ്ടുമുട്ടി. അവർ പഴയ സൗഹൃദം പുതുക്കി. സച്ചിൻ ലാറ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്. അവളും അവിടെ PG പഠിക്കുകയാണ്. ലഡോ എന്നെല്ലാവരും വിളിക്കുന്ന ലാറയുടെ കൂട്ടുകാരിയാണ് അമുദ. അവരിരുവരും സച്ചിന്റെ ജൂനിയേഴ്സ് ആണ്. സച്ചിൻ പിന്നാലെ അമുദയ്ക്കും ലഡുവിനും തന്റെ കൂട്ടുകാരായിട്ടുള്ള ഇതയെയും മറ്റും പരിചയപ്പെടുത്തി കൊടുത്തു. ഇതയെ അപ്പോഴും നോക്കിയിരുന്നത് അമുദയെ മാത്രമായിരുന്നു. അടുത്ത ദിവസം അമുദയെ വീണ്ടും കാണാൻ ഇതയെ അതേ ഹോസ്പിറ്റലിലേക്ക് എത്തി. അങ്ങനെ അമുദയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇതയെ ആശുപത്രിയിലേക്ക് കടക്കുമ്പോഴാണ് പ്രസവവേദന കൊണ്ട് പൊളഞ്ഞൊരു സ്ത്രീയുമായി ഒരാൾ ഓട്ടോറിക്ഷയിൽ വന്നത്. ആ ഓട്ടോറിക്ഷക്കാരൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇതയെ ആ സ്ത്രീയെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോയി. ഹോസ്പിറ്റലിനുള്ളിലെത്തിയപ്പോ പ്രസവമെടുത്ത ആ സ്ത്രീക്ക് പ്രസവമെടുക്കാൻ വേണ്ടി വേഗം ലേബർ റൂമിലേക്ക് മാറ്റപ്പെട്ടു. അവിടുണ്ടായിരുന്ന നഴ്സ് ആ സ്ത്രീയുടെ ഭർത്താവാണ് ഇതയ എന്ന് തെറ്റിദ്ധരിച്ച് ഇതയെ പിടിച്ചുകൊണ്ടുപോയി ആ സ്ത്രീയുടെ അടുത്ത് നിർത്തി. ആ സ്ത്രീക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇതയെ ഞെട്ടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പ്രസവം എടുക്കാൻ വേണ്ടി ഡോക്ടേഴ്സായ ലാറയും അമുദയും എത്തുന്നത്. അവിടെ എത്തിയ അവർ ഇതയെ കണ്ടു. പോരാത്തതിന് നഴ്സ് ഇതയെ ഭർത്താവെന്ന മട്ടിൽ അഭിസംബോധന ചെയ്യുകയാണ്. അവർ ഇതയെ ഞെട്ടലോടെ നോക്കി. ഇതയെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ നിൽക്കുകയായിരുന്നു. ആകെ എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. എന്തായാലും അത് അങ്ങനെ കഴിഞ്ഞു. അന്ന് വൈകുന്നേരം എല്ലാവരും മദ്യപിക്കാൻ കൂടിയപ്പോ ഇതേ നടന്ന കാര്യങ്ങൾ കൂട്ടുകാരോടും തന്റെ അമ്മാവനോടും പറഞ്ഞു. അത് കേട്ട് അവരൊക്കെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്താണ് തങ്ങൾ ട്രാഫിക് പോലീസിന്റെ കയ്യിൽപ്പെട്ടു
എന്ന് പറഞ്ഞ് ലഡു സച്ചിനെ വിളിക്കുന്നത്. പക്ഷേ സച്ചിൻ അത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലഡുവിന്റെ കൂടെ അമുദയുമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇതയ്യ അവരെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് ഏവരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. സംഭവം എന്തെന്നാൽ അമുദയായിരുന്നു കാർ ഓടിച്ചിരുന്നത്. ലാറ മദ്യപിച്ചിരുന്നു. പക്ഷെ പോലീസ് പിടിച്ചതും ലാറ ഓരോന്നും പറഞ്ഞ് പോലീസിനെ എതിർത്തു. അതിന്റെ പേരിൽ പോലീസ് അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്കെത്തി ഇതയ്യ ഇറങ്ങിച്ചെന്ന് പോലീസ് ഓഫീസറുമായി സംസാരിച്ചു. അവരെ വിടാൻ പറഞ്ഞു നിന്നു. ഓഫീസർ പക്ഷെ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ലഡു അഥവാ ലാറ കണക്കിന് പറഞ്ഞിരുന്നല്ലോ, അത് ഓഫീസറെ ചൊടിപ്പിച്ചിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുതിർന്ന ഓഫീസർ എത്തിയത്. എന്താ കാര്യമെന്ന് അദ്ദേഹം തിരക്കിയപ്പോ ഇതയുള്ള കാര്യം പറഞ്ഞു. അതോടെ അവരെ പറഞ്ഞുവിടാൻ ആ ഓഫീസർ ഉത്തരവിട്ടു. അങ്ങനെ അമുദയെയും ലാറയെയും കാറിൽ കയറ്റി ഇതയ വണ്ടി ഓടിച്ചു പോയി. അങ്ങോട്ടേക്ക് മദ്യപിക്കാത്ത ഇതയായിരുന്നു അമ്മാവനെയും കൂട്ടുകാരെയും കൂട്ടി വന്നത്. ഇതയ അങ്ങനെ കാറിൽ പോയതോടെ അമ്മാവനായ തങ്കം വണ്ടി ഓടിക്കാനെടുത്തു. പക്ഷെ മദ്യപിച്ചിരുന്നതിനാൽ അദ്ദേഹം നേരെ വണ്ടി കൊണ്ടുപോയി നിർത്തിയത് പോലീസിന് മുമ്പിലാണ്. പിന്നെ പറയണ്ടല്ലോ, അവർ പോലീസ് കസ്റ്റഡിയിലായി. സച്ചിൻ അവരെ പുറത്തിറക്കാൻ വേണ്ടി ഇതയെ വിളിച്ചു. പക്ഷെ ഫോൺ പിടിച്ചു വാങ്ങിയ ലഡു തന്നെ രക്ഷിക്കാൻ അവർ വന്നില്ലല്ലോ, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലിരുന്ന് രാവിലെ വന്നാ മതി എന്ന മട്ടിൽ അവരോട് പറഞ്ഞു. അപ്പോഴാണ് അമുദയ്ക്ക് കോൾ വരുന്നത്. അമുദ കോൾ എടുത്ത് സംസാരിക്കാൻ വീട്ടിന്റെ ടെറസിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇതയും ചെന്നു. അവരവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അവർക്കിടയിൽ നല്ലൊരു സൗഹൃദവും കെമിസ്ട്രിയും ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചായ കിട്ടുമോ എന്ന് അമുദ ചോദിച്ചപ്പോ ഇതയെ പോയി ചായ ഇട്ട് വന്നു. നല്ലൊരു ചായയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതയ പഞ്ചസാര ഇടാൻ മറന്നുപോയി. അതിന്റെ പേരിൽ അമുദ ഇതയെ ചെറുതായൊന്ന് കളിയാക്കി. അവരുടെ സംസാരം തുടർന്നു. സംസാരത്തിലൂടെ ഇതയെ അമുദയ്ക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവരൊരു ടീമായി മാറി. ഇടയ്ക്കിടെ പല പല സാഹചര്യങ്ങളിൽ അവർ വീണ്ടും വീണ്ടും കണ്ടുമുട്ടി. ഒന്നിച്ച് ഒരുപാട് സമയങ്ങൾ ചിലവഴിച്ചു. ഇതയ്ക്ക് അമുദയോട് പ്രണയം വളർന്നു വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ ഒരിക്കലും അവന് ധൈര്യം കിട്ടിയിരുന്നില്ല. അങ്ങനെ മാസങ്ങൾ ഒരുപാട് കടന്നുപോയി. അമുദയുടെയും ലാറയുടെയും പഠിത്തം കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഡേ വന്നെത്തി. ഗ്രാജുവേഷന് ശേഷം അമുദ നാട്ടിലേക്ക് മടങ്ങും. അതിനു മുമ്പെങ്കിലും അവളോട് ഇഷ്ടം തുറന്നു പറയാൻ ലാറ അവനെ നിർബന്ധിച്ചു. അടുത്ത ദിവസം അമുദ നാട്ടിലേക്ക് പോവാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ സമയം ലാറ താൻ കൂടെ വരുന്നില്ല, കരയുമെന്ന് പറഞ്ഞ് അവളെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. ഇതയോടും കൂടെ ചെല്ലാൻ പറഞ്ഞു. ഒരു കൂട്ടുകാരൻ ഇതേക്കെന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അമുദയെ വിളിച്ചു. അമുദ തിരികെ വന്ന് എന്താ എന്ന് ചോദിച്ചു. ഇതയ്ക്കപ്പോഴും ഇഷ്ടം പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ മടിച്ചു നിന്നു. പിന്നാലെ ബാഗ് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ് അമുദയുടെ ബാഗും വാങ്ങി സ്റ്റേഷനകത്തേക്ക് ഇതയും അമുദയുടെ കൂടെ പോയി. സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞും പലതവണ അവളോട് പറയാൻ വേണ്ടി ഇതയെ ശ്രമിക്കാൻ തുടങ്ങിയെങ്കിലും എന്തോന്നവനെ തടഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ ഘട്ടത്തിലും അവന് തടസ്സം നേരിട്ടു. അമുദയും ഇതയെന്തെങ്കിലും പറയുമോ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതയ അവന്റെ മനസ്സിലുള്ളത് ട്രെയിൻ പോകുന്നവരേക്കും തുറന്നു പറഞ്ഞതേയില്ല. ഇതയുടെ പ്രണയം കേൾക്കാൻ കഴിയാതെ അമുദ സ്വന്തം നാടായ ആലപ്പുഴയിലേക്ക് മടങ്ങി. അത്രയും നേരം കഥ കേട്ടുകൊണ്ടിരുന്ന സൂര്യ ഇതയോട് ചോദിച്ചു, എന്നാലും ആ 3 വാക്ക് നിനക്കെന്താ പറയാൻ പറ്റാത്തത് എന്ന് ഞാൻ നിന്റെ സ്ഥാനത്തുനിന്ന് ചിന്തിച്ചു നോക്കുകയായിരുന്നു. അത്രയും നാൾ ആ പെൺകുട്ടിയുമായി ഇടപഴകിയതല്ലേ, അവളോട് അത് പറയാൻ പാടില്ലായിരുന്നോ? ഇതയ പറഞ്ഞു. ദൂരെയുള്ള ഒരു വ്യക്തിയോട് പറയാൽ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയോട് ആ 3 വാക്കുകൾ പറയൽ ഒട്ടും എളുപ്പമല്ല. എന്നെപ്പോലെ പ്രണയം തുറന്നു പറയാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. പ്രണയവും തുറന്നു പറയാൻ പറ്റില്ല, അതിന്റെ കാരണം എന്തെന്നും പറയാൻ സാധിക്കില്ല. അവന്റെ വാക്കുകൾ സൂര്യ കേട്ടിരുന്നു. കഥ വീണ്ടും തുടർന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നാളുകൾ വേഗത്തിൽ കടന്നുപോയി. ഇതിനിടയിൽ കുറെ കാര്യങ്ങളും സംഭവിച്ചു. കൂട്ടുകാരെല്ലാം ഓരോരോ വഴിക്ക് പോയി. അവരവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ മുന്നേറാൻ ആരംഭിച്ചു. പ്രഭു അവന്റെ ലവ്വറിനെ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. സച്ചിനും ലാറയും വഴക്കിട്ട് ബ്രേക്കപ്പായി. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. DTV എന്ന തങ്കത്തിന്റെ ലോക്കൽ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു. ഇപ്പോൾ അത് ഒരു നാഷണൽ ചാനലാവാൻ വേണ്ടി പോകുന്നു. ഉദയും അവന്റെ കൂട്ടുകാരായ ദ്രാവിഡും പ്രഭുവും DTVയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സച്ചിന്റെ വീഡിയോ കോൾ അവരെ തേടിയെത്തി. സച്ചിന്റെ കല്യാണമായിട്ടുണ്ട്, മധുരയിൽ വെച്ചാണ് കല്യാണമെന്നും എല്ലാവരോടും അവിടെ നേരത്തെ എത്തണം എന്നും അവൻ പറഞ്ഞു. സച്ചിന്റെ കല്യാണ വാർത്തയറിഞ്ഞ ലഡു അഥവാ ലാറയാകട്ടെ വല്ലാതെ വിഷമത്തിലായി. അവളെപ്പോഴും മൂവ് ഓൺ ചെയ്തിരുന്നില്ല. കൂട്ടുകാരൊക്കെ എത്തി അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ ഒടുവിൽ ഇതൈ സച്ചിന്റെ കല്യാണത്തിനു വേണ്ടി മധുര എയർപോർട്ടിൽ വന്നിറങ്ങി. ആ സമയം ഒരു രാഷ്ട്രീയക്കാരന്റെ ഫോൺ കോൾ
ഇതയെ തേടിയെത്തി. അയാളെക്കുറിച്ച് മോശം വാർത്തകൾ ഇതയുടെ ചാനലിൽ വരുന്നു, അത് നിർത്തണം എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയായിരുന്നു അത്. അതൊന്നും കാര്യമാക്കാതെ ഇതയ് ഫോൺ വെച്ചു. ഇതയെ പിക്ക് ചെയ്യാൻ സച്ചിൻ കിട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു എത്തിയിരുന്നത്. അങ്ങനെ അവർ ആ വണ്ടിയിൽ പോവാൻ തുടങ്ങി. ഇതയ് വണ്ടിയിൽ കയറിയതും ആ വണ്ടിയിലിരുന്ന സമന്തയെ കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു. അത്രയും വർഷം കണ്ട് അവളെ അങ്ങനെ കണ്ടപ്പോ അവന് വലിയ സന്തോഷമായി. സമന്തയാകട്ടെ ഒരു വർക്കോളിലായിരുന്നു. അതുകൊണ്ട് ഇതയെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. കുറച്ചു ദൂരം മുന്നിട്ട് പോയതും കാർ ഒന്ന് നിർത്തി. ഇതയൊന്ന് പുറത്തിറങ്ങി സമന്തയെ കണ്ട കാര്യം കോൾ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് പുറത്തിറങ്ങിയ സമന്ത അവനെ കാണുന്നത്. ഇതയെ തിരിച്ചറിഞ്ഞ സമന്ത അവനടുക്കൽ വന്ന് സംസാരിച്ചു. കല്യാണ പെണ്ണ് സമന്തയുടെ കസിനാണെന്നും അതുകൊണ്ടാണ് അവൾ കല്യാണത്തിനായി അവിടെ എത്തിയതെന്നും വ്യക്തമായി. അവളിപ്പോൾ നാസയിൽ സയന്റിസ്റ്റ് ആണ്. സംസാരമധ്യേ അവളുടെ ട്വിൻ സിസ്റ്റർ സംയുക്ത കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽഡ് ആണ് എന്ന വിവരവും ഇതയെ അറിഞ്ഞു. സമന്ത എപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. അവരെങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ സച്ചിൻ ഇതയെ ഫോൺ വിളിച്ചു. സച്ചിൻ അബദ്ധത്തിൽ ലാറയെ കല്യാണത്തിന് വിളിച്ചിരുന്നുവെന്നും ലാറ കല്യാണത്തിന് അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാൻ പോവുകയാണ് എന്നും ടെൻഷനിൽ സച്ചിൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ലാറയെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ഇതയെ സച്ചിൻ ചുമതലപ്പെടുത്തി. സച്ചിൻ അത് കേട്ടതും തല കറങ്ങിയിരുന്നു. എങ്ങനെ ലഡുവിനെ സമാധാനിപ്പിക്കും എന്നൊരു പിടുത്തവുമില്ല. എന്നിരുന്നാലും കൂട്ടുകാരൻ ഏൽപ്പിച്ചതാണല്ലോ, അവന്റെ കല്യാണവുമാണല്ലോ, അതുകൊണ്ടത് ചെയ്യാൻ സച്ചിൻ തീരുമാനിച്ചു. കൂടെയുള്ളത് വധുവിന്റെ ബന്ധുക്കളാണ്. അവരെയും കൊണ്ട് ലാറയെ പിക്ക് ചെയ്യാൻ പോയാൽ പ്രശ്നമാകുമല്ലോ എന്ന് കരുതി തന്റെ കൂട്ടുകാരി വരുന്നുണ്ടെന്നും എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണം എന്നും വണ്ടിയോടിക്കുന്ന റിലേറ്റീവിനോട് ഇതയ് പറഞ്ഞു. പക്ഷേ അതിനെന്താ, ഒന്നിച്ചു പോയി പിക്ക് ചെയ്യാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഒടുവിൽ അവരുടെ വണ്ടിയിൽ തന്നെ ലാറയെ പിക്ക് ചെയ്യാൻ ഇതയ് ചെന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്ന ലാറയാകട്ടെ വന്നപാടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു തരത്തിൽ ലാറയെ സമാധാനിപ്പിക്കാൻ ഇതയ് ശ്രമിച്ചു. അവളെ കെട്ടിപ്പിടിച്ച് വന്നിരിക്കുന്നവർ വധുവിന്റെ ആൾക്കാരാണെന്നും അവരുടെ മുമ്പിൽ വെച്ച് പ്രശ്നമുണ്ടാക്കരുതെന്നും ഇതയ് പറഞ്ഞു. അതുകണ്ട് സാമന്തയും കൂടെയുള്ള റിലേറ്റീവും ലാറ ഇതയുടെ ഗേൾഫ്രണ്ട് ആണ് എന്ന മട്ടിൽ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവർ ഒടുവിൽ കല്യാണം നടക്കുന്നിടത്തേക്കെത്തി. അവിടെ എല്ലാവരും ലാറ ഇതയുടെ ഗേൾഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. സച്ചിനെ കണ്ട് ഉള്ള കാര്യങ്ങൾ ഇതയ് പറഞ്ഞു. എല്ലാവരും ലാറയെ തന്റെ ഗേൾഫ്രണ്ട് ആയിട്ടാണ് കരുതിയിരിക്കുന്നത് എന്ന് ഇതയ് പറഞ്ഞപ്പോ, ഓ അത് നന്നായി, എനിക്കൊരു കുഴപ്പം വരില്ലല്ലോ എന്നായിരുന്നു സച്ചിന്റെ മറുപടി. എന്തായാലും അന്ന് രാത്രിയിൽ എല്ലാവരും ഒന്നിച്ച് മദ്യപിക്കാനിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ലാറ കടന്നു വന്നു. സച്ചിനെ കണ്ട് കല്യാണം നിർത്തിവെക്കാൻ അവൾ ബഹളം കൂട്ടാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് ആ സമയം സമന്തയും ഇറങ്ങി വന്നിരുന്നു. ഇതയിടപെട്ട് ലാറയെ വിളിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ലാറ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സച്ചിൻ തന്നെ അവളോട് സമാധാനത്തിൽ സംസാരിച്ചു. അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതോടെ നിന്നേക്കാൾ നല്ലൊരു പയ്യനെ കണ്ടെത്തിനാൻ കെട്ടൂടാ എന്നും പറഞ്ഞ് ലാറ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവിടെ നിന്നിരുന്ന ഇതയുടെ അടുത്തേക്ക് സമന്ത നടന്നു വന്നു. ലാറ ഇതയുടെ ഗേൾഫ്രണ്ട് അല്ലെന്നും സച്ചിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നുവെന്നും സമന്ത തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ സച്ചിന്റെ വിവാഹം നല്ല രീതിയിൽ നടന്നു. അന്ന് രാത്രി സമന്ത ഒളിച്ച് അവിടെ നിന്ന് പുറത്തു കടക്കാൻ പോവുകയാണ്. അവള് ചെന്നുപെട്ടതാകട്ടെ ഇതയുടെ മുമ്പിലും. എവിടെ പോകുന്നെന്ന് ഇതയ് ചോദിച്ചപ്പോ അവരുടെ പഴയ ട്യൂഷൻ സെന്ററിനടുത്തുള്ള പാനിപ്പൂരി കടയിൽ പോയി പാനിപ്പൂരി കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു എന്നവൾ ഇതയോട് പറഞ്ഞു. ആരേലും തന്നെ അന്വേഷിച്ച ഡീല് ചെയ്തേക്കാനും ഇതയെ പറഞ്ഞ് ചുമതലപ്പെടുത്തി. പക്ഷേ അവളുടെ ഒപ്പം പോവാൻ ഇതയുടെ മനസ്സ് കൊതിച്ചു. അങ്ങനെ അവളുടെ ഒപ്പം പാനിപ്പൂരി കഴിക്കാൻ ഇതയും പോയി. ഏറെ ദൂരം അവർ യാത്ര ചെയ്തു. അവിടെത്തി പാനിപ്പൂരി കഴിച്ചു. പഴയ ട്യൂഷൻ സെന്ററിൽ പോയി ഓർമ്മകളൊക്കെ അയവിറക്കി. അവർ തമ്മിൽ ഏറെ നേരം സംസാരിച്ചു. ഇതയെ പതിയെ സമന്തയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സമന്തയെ ഇതയ്ക്കും. അന്ന് സംസാരിക്കുമ്പോ നാളെ താൻ യുഎസിലേക്ക് തിരികെ പോവുകയാണ് എന്ന കാര്യം സമന്ത വ്യക്തമാക്കി. അവളുടെ ഫ്ലൈറ്റ് നാളെയാണ്. അത് പറഞ്ഞതും താൻ സമന്തയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നിതയ് തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തിയ ശേഷവും ഇതയുടെ മനസ്സിൽ അവളുടെ ചിന്തയായിരുന്നു. അവൾ പോകുന്നതിനു മുമ്പ് എയർപോർട്ടിൽ പോയി അവളെ കണ്ട് തന്റെ പ്രണയം തുറന്നു പറയാൻ ഇതയ ആ നിമിഷം തീരുമാനിച്ചു. ജീവിതത്തിൽ ഇതുവരെ പല പ്രണയങ്ങളും പറയാതെ പോയി. ഇത്തവണയെങ്കിലും തുറന്നു പറയണം എന്നിതയ് തീരുമാനിച്ചു. അങ്ങനെ കൂട്ടുകാരെയും കൂടെ കൂട്ടി അവൻ എയർപോർട്ടിലേക്ക് പോവാനിറങ്ങിയപ്പോ നേരത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ടകൾ അവരെ തടയാനും ആക്രമിക്കാനും അവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കൂട്ടുകാരുടെ സഹായത്തോടെ അവൻ അവരെ പറ്റിച്ച് രക്ഷപ്പെട്ടു. ഒരു തരത്തിൽ അവൻ എയർപോർട്ടിലെത്തി. പാസൊക്കെ എടുത്ത് അകത്തേക്ക് കടന്നപ്പോഴേക്കും സമന്തയുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരുന്നു. അവനങ്ങനെ അവന്റെ പ്രണയം പറയാൻ സാധിച്ചില്ല. അതവനെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു.
പിന്നീട് അങ്ങോട്ടേക്ക് അമ്മാവന്റെ പ്രഷറും അവനെ തേടിയെത്തി. ഇതയും തന്നെപ്പോലെ കല്യാണം കഴിക്കാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നമ്മവൻ പേടിച്ചിരുന്നു. തങ്കം അവനെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു. ഒടുവിൽ അവൻ കല്യാണത്തിന് സമ്മതിച്ചു. തങ്കം അതിഥി എന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തി. അതിഥിയുമായി ഇതയുടെ എൻഗേജ്മെന്റ് നടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അതിഥിയെ കാണാൻ അവൻ മാളിൽ പോയപ്പോ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി അമുദയെ കണ്ടുമുട്ടി. പഴയ പ്രണയിനിയായിരുന്ന അമുദയെ തന്നെ. ഇരുവരും പരസ്പരം കണ്ടെന്ന് ഞെട്ടിയിരുന്നു. അവനെ കണ്ട സന്തോഷത്തിൽ അവൾ വന്നവനെ കെട്ടിപ്പിടിച്ചു. അവർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തെ സന്തോഷത്തെക്കുറിച്ചൊക്കെ അവൾ അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. താനിപ്പോ ഡൽഹി എയിംസിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണെന്നും ചെന്നൈയിൽ ഒരു കോൺഫറൻസിന് വേണ്ടിയാ വന്നത് എന്നും അവൾ പറഞ്ഞു. പിന്നീട് അവൾ അവിടെ നിന്ന് ബൈബറിന് പോകുമ്പോ എന്തോ പറയണമെന്ന് ചിന്തിച്ച് അവൻ അരികിലേക്ക് വന്നു. മനസ്സിൽ തിങ്ങി വന്നിരുന്ന കുറെ കാര്യങ്ങൾ അവൾ അവനോട് പറഞ്ഞു. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് താൻ അവനെ പ്രണയിച്ചിരുന്നു എന്ന കാര്യം അവന് തന്നെ ഇഷ്ടമാണോ എന്നറിയാത്തത് കൊണ്ടാണ് താനെന്ന് പറയാതിരുന്നത് എന്നും അവൾ കൂട്ടിച്ചേർത്തു. താനിപ്പോൾ ഹാപ്പിലി മാരീഡ് ആണെന്നും തനിക്ക് 2 കുട്ടികളുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു. തന്റെ ആ പഴയ പ്രണയത്തെപ്പറ്റി കൺഫസ് ചെയ്ത് കഴിഞ്ഞപ്പോ തനിക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. എന്നിട്ടവൾ സന്തോഷത്തോടെ അവന്റെ അടുത്ത് ബൈബറിന് പോയി. അതോടെ ഇതയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയും വിഷമവും നിറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ടും അമത വന്ന് അവളുടെ മനസ്സിലെ ഭാരം കുറയ്ക്കാൻ പഴയ പ്രണയം തന്നോട് തുറന്നു പറഞ്ഞു. അങ്ങനാണെങ്കിൽ എന്റെ ഉള്ളിലെ പ്രണയം എന്റെ വിവാഹത്തിന് മുമ്പ് സമന്തയോട് തുറന്നു പറയാൻ എനിക്കും അവസരമുണ്ട്. എങ്കിലേ എനിക്കും സമാധാനം കിട്ടൂ. ഒരു തവണയെങ്കിലും എനിക്ക് തോന്നിയ പ്രണയം തുറന്നു പറയണം. അവൻ അതിനെപ്പറ്റി യുഎസിലുള്ള ലാറയുമായി സംസാരിച്ചു. ലാറ ആദ്യം അതിനെ എതിർത്തെങ്കിലും അവന്റെ പിടിവാശിയും നിർബന്ധവും കണ്ടപ്പോ അവൾ അവന്റെ തീരുമാനത്തിൽ സപ്പോർട്ട് ചെയ്തു. വിവാഹത്തിന് 10 ദിവസമേ ബാക്കിയുള്ളൂ. കൂട്ടുകാരെ കൂട്ടി ബാച്ചിലർ പാർട്ടി എന്ന പേരിൽ യുഎസിലേക്ക് വരാനും ആ സമയം അവളെ കണ്ട് പ്രണയം തുറന്നു പറയാം എന്നും അവൾ ഐഡിയ കൊടുത്തു. ഇതയും അതിനായി പ്ലാൻ ചെയ്യാൻ തുടങ്ങി. വൈകാതെ അതിഥിയുടെയും ഇതയുടെയും ഹൽദി ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. ആ സമയം ഫ്രണ്ട്സിനെ കൂട്ടി ബാച്ചിലർ പാർട്ടിക്ക് യുഎസിൽ പോകുന്ന കാര്യം അവൻ തങ്കത്തിനോട് പറഞ്ഞു. ഉടൻ അമ്മാവനായ തങ്കം അതിഥിയോട് ചോദിച്ചിട്ട് തീരുമാനമെടുത്തോളാൻ അവനോട് പറഞ്ഞു. അതിഥിക്കടുത്തെത്തി മടിയോടെയെങ്കിലും ഇതേ കാര്യം പറഞ്ഞു. അതിഥി സന്തോഷത്തോടെ ബാച്ചിലർ പാർട്ടിക്ക് കൂട്ടുകാരുടെ കൂടെ ഇതയെ പറഞ്ഞയച്ചു. അങ്ങനെ അവർ ന്യൂയോർക്കിലെത്തിയതിന് പിന്നാലെ ഇതേ സമന്തയെ കാണാൻ പോയി. നാസയുടെ ഓഫീസിൽ വെച്ച് അവരിരുവരും കണ്ടുമുട്ടി. അപ്രതീക്ഷിതമായി ഇതയെ അങ്ങനെ കണ്ടത് സമന്തയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താനൊരു ബിസിനസ് ആവശ്യത്തിന് ന്യൂയോർക്കിൽ വന്നതാണെന്നും അപ്പോൾ അവളെയും കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാണ് എന്നും അവൻ പറഞ്ഞു. അങ്ങനെ അവരൊന്നിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചുറ്റി നടക്കാൻ തുടങ്ങി. തന്റെ കൂടെ ബാക്കിയാരുമില്ല എന്ന മട്ടിലായിരുന്നു സമന്തയ്ക്കടുത്ത് അവൻ കള്ളം പറഞ്ഞിരുന്നത്. പഴയ ഓർമ്മകളും പുതിയ വിശേഷങ്ങളുമൊക്കെ പങ്കുവെച്ച് അവരുടെ സൗഹൃദം ദൃഢമായി മാറി. സമന്തയുടെ ഉള്ളിലും ഇതയോടുള്ള പ്രണയം പൂത്തുലയാൻ തുടങ്ങി. ഒടുവിൽ ഇതയും നാട്ടിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി സമന്ത തന്റെ ട്വിൻ സിസ്റ്റർ സംയുക്തയെ വിളിച്ചു. താൻ തന്റെ പ്രണയം ഇതയോട് പറയാൻ പോവുകയാണ് എന്ന കാര്യം അവളോടായി പറഞ്ഞു. സംയുക്തയും അതിന് ബെസ്റ്റ് ഓഫ് ലക്ക് നേർന്നു. അങ്ങനെ ഇതയോട് തന്റെ പ്രണയം പറയാൻ സമന്ത തയ്യാറായിട്ടിറങ്ങി. അവള് നേരെ പോയത് ഇതയെ താമസിക്കുന്നു എന്ന് പറഞ്ഞ ഇടത്തേക്കായിരുന്നു. അവിടെ എത്തിയ അവൾ പുറത്തുനിന്ന് കേട്ടത് ഇതയും കൂട്ടുകാരും തമ്മിൽ സംസാരിക്കുന്നതാണ്. അത്ര നാളുമായിട്ടും ഇതേ സമന്തയോട് അവന്റെ പ്രണയം പറഞ്ഞിരുന്നില്ല. അതിൽ കൂട്ടുകാർ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. മാത്രമല്ല അടുത്ത ദിവസം അവന്റെ കല്യാണവുമാണ്. ഒരു കൂട്ടുകാരൻ പറയുന്നത് അവൾ കേട്ടു. നിന്റെ ഇഷ്ടത്തിന് 10 ദിവസം അവൾക്കൊപ്പം നീ ചുറ്റി നടന്നു. ഇനിപ്പോയി അവളോട് പ്രപ്പോസ് ചെയ്യ്, എന്നിട്ട് അതെല്ലാം അവിടെ അവസാനിപ്പിച്ചേക്ക്. നാളെ നിന്റെ കല്യാണമാണ്. അത് കേട്ടതും സമന്ത അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. ഇതേ തന്നെ അവിടെ ബാച്ചിലർ പാർട്ടിക്ക് വന്ന് യൂസ് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു സമന്ത ചിന്തിച്ചത്. പിന്നാലെ സമന്ത മുറിയിലേക്ക് കടന്നു ചെന്നു. ഇതൈ പറഞ്ഞ കള്ളങ്ങളും തന്റെ മുമ്പിൽ കാണിച്ച കപടതയുമൊക്കെ ചൂണ്ടിക്കാട്ടി ഇതയോട് നല്ല രീതിയിൽ ദേഷ്യം പ്രകടിപ്പിച്ചു. അവനെപ്പോലെ മോശമായ ഒരാളെ താൻ കണ്ടിട്ടേയില്ലെന്ന് പറഞ്ഞവൾ പോവാൻ തുടങ്ങി. സമന്തയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതൈ പിന്നാലെയോടി. പക്ഷെ ഇതയ്ക്കൊന്നും പറയാൻ സാധിച്ചില്ല. അവൾ വലിയ ദേഷ്യത്തിലായിരുന്നു. അവൻ പറയാൻ വന്നത് അത്രയും അവൾ തെറ്റിദ്ധരിക്കുകയുമാണ് ചെയ്തത്. തന്നെ ഇതൈ യൂസ് ചെയ്യുകയായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ച സമന്ത അവന്റെ മുഖത്തടിച്ച് വേദനയോടെ അവിടെ നിന്ന് നടന്നുപോയി. ഇതയും ഏറെ നിരാശയിലും ദുഃഖത്തിലും അത് നോക്കി നിന്നു. ഇത്രയും നടന്ന ശേഷമാണ് വിവാഹത്തിനായി അവർ ഫ്ലൈറ്റ് കയറുന്നതും സൂര്യയെ കണ്ടുമുട്ടുന്നതും കഥകളത്രയും പറയുന്നതും. അടുത്ത ദിവസം രാവിലെ അവർ ചെന്നൈ എയർപോർട്ടിലെത്തി. കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞ് സൂര്യ ഉദയെ വിവാഹത്തിന് കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ ഇറങ്ങി. സൂര്യയുടെ ഭാര്യ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാകട്ടെ വേറെ ആരുമായിരുന്നില്ല, ഇതയ്യുടെ ഫസ്റ്റ് ലവായ ഗീതാ മിസ് ആയിരുന്നു അത്. ഗീതാ മിസ്സിനെ കണ്ട് ഇതയ് പരിചയം പുതുക്കി. പിന്നാലെ തന്റെ അത്രയും നാളത്തെ കഥയും പറഞ്ഞു. എല്ലാം കേട്ട ഗീതാ മിസ് ഇതയുടെ മനസ്സിന് എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാനായിട്ട് പറഞ്ഞു. സൂര്യയാകട്ടെ താൻ
തന്നെ തന്നെയാണല്ലോ കഥ കേട്ടപ്പോ കളിയാക്കിയത് എന്നാലോചിച്ച് വല്ലാതെ ചമ്മുന്നുണ്ടായിരുന്നു. ഇതൈ കൂട്ടുകാരോടൊപ്പം കല്യാണ വീട്ടിലേക്ക് പോയി. അവിടെത്തിയവൻ അമ്മാവനടുക്കൽ സത്യങ്ങൾ പറയാൻ തീരുമാനിച്ചു. തങ്കത്തിനടുക്കൽ ആ കല്യാണം വേണ്ടെന്ന കാര്യം പറഞ്ഞു. പക്ഷേ തങ്കം എല്ലാവരെയും വിളിച്ചു വരുത്തിയ കാര്യവും ഈ സമയം കല്യാണം ഉപേക്ഷിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെ പറ്റിയും ഇതയോട് വിശദീകരിച്ചു. താനായിട്ട് ഇതുവരെ അവനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഈ കല്യാണം കഴിക്കണം എന്നും തങ്കം ആവശ്യപ്പെട്ടു. ഇതയ്ക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. ഇതൈ വിഷമിച്ചിരിക്കുന്നത് കണ്ടതും എന്തു വന്നാലും കുഴപ്പമില്ല, ഞാൻ ഫേസ് ചെയ്തോളാം, നമുക്ക് ഈ കല്യാണം നിർത്താം, നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് ഇതയോട് പിന്നാലെ പറഞ്ഞു. പക്ഷേ ഇതൈ തന്റെ അമ്മാവനെ ഓർത്ത് അതൊന്നും വേണ്ടെന്ന് പറയുകയായിരുന്നു ചെയ്തത്. താൻ റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞവൻ അമ്മാവനെ പറഞ്ഞയക്കുകയും ചെയ്തു. പുറത്തേക്ക് പോയ തങ്കം അവിടെ നിന്നിരുന്ന ഇതയുടെ ഫ്രണ്ട്സിനെ കണ്ടു. ഫ്രണ്ട്സിനടുക്കൽ കല്യാണം നിർത്താനായിരുന്നല്ലേ നിങ്ങളുടെ പ്ലാൻ, അവനിഷ്ടപ്പെട്ട പെണ്ണിനടുക്കൽ അവനെ ചേർത്ത് വെക്കാൻ. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല, അവന്റെ കല്യാണം അതിഥിയുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല എന്നും പറഞ്ഞ് തങ്കം അവിടുന്ന് പോയി. അപ്പോഴാണ് ഇതയുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് പോലും. ഫ്രണ്ട്സ് ആണെങ്കിൽ കൂട്ടുകാരന്റെ ഇഷ്ടത്തിന് കല്യാണം നടത്താൻ അവനെ സഹായിക്കണമല്ലോ, അതവർക്ക് അതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനമെടുത്തു, ഇതയുടെ ഈ കല്യാണം മുടക്കണം. അവർ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കല്യാണവേദി ഒരുങ്ങി. ഇതയും അതിഥിയും മണ്ഡപത്തിലേക്കും എത്തി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സൂര്യ കടന്നു വരുന്നത്. സൂര്യയും ഗീതാ മിസ്സും കൂടെ സമന്തയും ഉണ്ടായിരുന്നു. സമന്തയെ കൊണ്ടുവന്ന് സൂര്യ മുൻസീറ്റിലിരുത്തി. അപ്പോഴാണ് കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോവാൻ നേരം ഇതയെ സഹായിക്കാൻ ഗീത മിസ് സൂര്യയോട് ആവശ്യപ്പെട്ടു. സൂര്യ അതിനെ എതിർത്തു നിന്നപ്പോ പ്രസവവേദനയിൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോ ഇതയെ തന്നെ സഹായിച്ചതിനെ പറ്റിയൊക്കെ എണ്ണിപ്പറഞ്ഞ് ഇതയെ സഹായിക്കാൻ സൂര്യയെ മിസ് നിർബന്ധിച്ചു. ഒടുവിൽ സൂര്യ അതിന് വഴങ്ങി. അങ്ങനെയാണ് സൂര്യ ഇപ്പോൾ സമന്തയെയും അതേ കല്യാണ ഹാളിൽ എത്തി നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വന്നിട്ടും കാര്യമില്ല, ഇതയൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല. കല്യാണം മുടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് സൂര്യ തിരിച്ചറിഞ്ഞു. സൂര്യ അതിന് കണ്ട വഴി തങ്കത്തിനടുക്കൽ സംസാരിക്കലായിരുന്നു. ഇക്കാലത്ത് ഏതെങ്കിലും പയ്യൻ അമ്മാവിന് വേണ്ടി സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കോ? കുറച്ചു കാലം ഈ കാരണം കൊണ്ട് അവന്റെ മനസ്സ് വേദനിച്ചാലും ഒക്കെ ശരിയായിക്കോളും എന്ന് മട്ടിൽ സൂര്യ തങ്കത്തിനടുക്കൽ പറഞ്ഞു. അത് കേട്ടതും തങ്കത്തിന് വല്ലാതെ ദുഃഖം തോന്നി. താൻ ഇതയോട് തെറ്റ് ചെയ്യുകയാണോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ വേദിയിലെത്തി സംസാരിക്കാൻ മൈക്കെടുത്ത തങ്കം തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എല്ലാവരോടുമായി തുറന്നു പറഞ്ഞു. തന്റെ മരുമകൻ ഇഷ്ടമില്ലാത്ത ഈ ഒരു കല്യാണം നടത്തിയാൽ അവരുടെ ജീവിതം തന്നെ നശിക്കുമെന്നും എനിക്കതിന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെൺവീട്ടുകാര് പ്രശ്നമുണ്ടാക്കിയെങ്കിലും അതിഥി തന്നെ ഇടപെട്ട് അതൊക്കെ സോൾവ് ചെയ്തു. ആ വിവാഹം അങ്ങനെ നടക്കാതെ പോയി. കണ്ണീരോടെയായിരുന്നു അതിഥി പുറത്തേക്കിറങ്ങിയത്. അതിഥി ചെല്ലുമ്പോ പുറത്ത് സൂര്യ നിൽക്കുന്നുണ്ട്. സൂര്യക്കടുത്തെത്തി അതിഥി ചോദിച്ചു, ഈ കല്യാണം മുടക്കിയപ്പോ നിങ്ങൾ എന്നെപ്പറ്റി ആലോചിച്ചോ? നിന്നെപ്പറ്റി ആലോചിച്ചിട്ടാണ് കല്യാണം നിർത്തിയതെന്നും നിന്റെ ലൈഫ് ഞാൻ സേവ് ചെയ്തു എന്നുമായിരുന്നു സൂര്യയുടെ മറുപടി. തന്റെ ലവ് പറയാൻ 20 വർഷമെടുത്തവൻ നിന്നെ സ്നേഹിച്ച് നിന്നോട് ലവ് പറയാൻ ഇനിയും 20 വർഷം കൂടി എടുക്കുമെന്നും സൂര്യ കൂട്ടിച്ചേർത്തു. അത് കേട്ട ഉടനെ അതിഥി കാറെടുത്ത് അവിടുന്ന് പോയി. പിന്നാലെയാണ് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നത്. സൂര്യമണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് യഥാർത്ഥത്തിൽ സമന്തയായിരുന്നില്ല, സംയുക്തയായിരുന്നു. അത് മറ്റാരും പറയാതെ തന്നെ ഇതയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. സൂര്യ ഉടൻ വ്യക്തമാക്കി, ഈ 2 മണിക്കൂറിനുള്ളിൽ ഇവിടുള്ള സംയുക്തയല്ലേ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റൂ, അമേരിക്കയിലുള്ള സമന്തയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, എന്തായാലും കല്യാണം നിർത്താൻ പറ്റിയല്ലോ എന്നായിരുന്നു സൂര്യ പറഞ്ഞത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സമന്ത ഒരു ബഹിരാകാശ മിഷനിലായിരുന്നു. ആ സമയം അവളുടെ ഫാമിലി അവളെ വീഡിയോ കോൾ ചെയ്തു. സംയുക്തയടക്കം എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഇതേ നല്ല പയ്യനാണെന്നും എല്ലാം നിന്നോട് പറഞ്ഞതല്ലേ, അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്ക് എന്നൊക്കെ പറയുകയുമായിരുന്നു. അങ്ങോട്ടേക്ക് ഇതയുടെ കൂട്ടുകാരും എത്തിയിരുന്നു. അവരും സമന്തയെ നിർബന്ധിക്കുന്നുണ്ട്. അത് കേട്ട സമന്ത ഇതേ തന്നോട് നേരിട്ട് ലവ് യു പറഞ്ഞാൽ മാത്രമേ അവനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഇതേ അതേ വീഡിയോ കോളിലേക്ക് വന്നു. സമന്തയപ്പോൾ നിന്റെ പ്രേമം മറ്റെല്ലാവരും പറയുന്നുണ്ടല്ലോ, നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന മട്ടിലായിരുന്നു അവനോട് പറഞ്ഞത്. 40 സെക്കൻഡ് ഈ കോൾ ഉണ്ടാവുള്ളൂ എന്നും അതിനുള്ളിൽ നിനക്ക് നിന്റെ പ്രണയം പറയാൻ പറ്റുമോ എന്ന് നോക്കാനും സമന്ത ഇതയെ വെല്ലുവിളിച്ചു. പക്ഷേ അവൻ ഇങ്ങനെ മടിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവില് ധൈര്യമൊക്കെ സംഭരിച്ച് സമന്ത ഐ എന്നവൻ പറയുമ്പോഴേക്കും ആ കോൾ കട്ടായി. രസകരമായി സിനിമ അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പ്രണയ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.